ആ സമയത്ത് തോറ്റുപോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ വചനം മുറുകെ പിടിക്കുക. വചനം മുറുകെ പിടിച്ച സ്നേഹമറിയുക. ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കർത്താവ് ഇങ്ങനെ ഒട്ടി നിൽക്കും. ഒട്ടി നിന്നാൽ ഉള്ളിലൊരു ശക്തി നിറയും. ഉള്ളിലുള്ളവൻ്റെ ശക്തിക്ക് മുമ്പിൽ പുറത്തുള്ള ഒന്നും പിടിച്ചു നിൽക്കത്തില്ല. ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നോക്കിയേ. നമുക്ക് ഇന്നലെ സങ്കടങ്ങളുണ്ടായി, ഇന്ന് വേദനകളുണ്ടായി, നാളെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അവിടെ എല്ലാം നമുക്ക് ശക്തിയാവേണ്ട എന്താണ്? സങ്കീർത്തനം 119:47 വചനം ഇങ്ങനെയാണ് വായിക്കുക: അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. എന്നൊക്കെ ഒരുമിച്ച് വായിച്ചേ. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ വചനം നമ്മളോട് പറയുന്നതാണ്, ഈശോയുടെ പ്രമാണങ്ങളിൽ, വചനത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, അവയെ ഞാൻ അത്യധികം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു ആനന്ദം ഉള്ളിൽ തോന്നാറുണ്ടോ? ഇരിപ്പ് കണ്ടിട്ടൊന്നും തോന്നില്ലല്ലോ. നിങ്ങൾ സന്തോഷം ആനന്ദം ഒന്നും ഇല്ലാത്ത ജീവികളാണോ? അല്ല. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം തോന്നാറുണ്ടോ? ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് ആനന്ദം കൊണ്ട്, ആ ആനന്ദം കാരണം നിങ്ങൾ ഈശോയുടെ വചനത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓരോ വചനവും 100 തവണ വെച്ച് എഴുതി അത് ഞങ്ങളുടെ സ്നേഹം ആണോ? എങ്ങനെയാണ് ഈശോയുടെ വചനത്തെ സ്നേഹിക്കുക? ഈശോ പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം കാണാപ്പാഠം പഠിക്കും ആണോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം 100 തവണ എഴുതും ആണോ? അല്ല, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളൊരു ഏകദിന ശുശ്രൂഷയിലോ ഒരു വചന ശുശ്രൂഷയൊക്കെ നമ്മളിപ്പോൾ പിന്നെ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഒക്കെ കൂടുമ്പോഴും ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മളത് കേട്ടിരിക്കുക, കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, വചനം പാലിക്കുക. കർത്താവിൻ്റെ വചനം എനിക്ക് ആനന്ദമാണ്. ആ ആനന്ദം കാരണം ഞാൻ ആ വചനത്തെ അത്യധികം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ എന്താ? ആ സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെ പ്രകടിപ്പിക്കണം? ഈശോയുടെ വചനം പാലിച്ചുകൊണ്ട്. പലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വലതുവർത്തി പിടിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ വായിക്കുന്ന, ഞാൻ കേൾക്കുന്ന ഓരോ വചനത്തെയും വിശ്വസിക്കാനും സ്നേഹിക്കാനും അത് പാലിക്കാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ. ശരിക്കും ഓരോ വചനമൊക്കെ വായിക്കുമ്പോൾ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, കേട്ടു, പഠിച്ചു, 100 വചനം എനിക്ക് കാണാതെ അറിയാം. ഒരു വചനം അനുസരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ വചനങ്ങളും, വായിക്കുന്ന വചനങ്ങളെല്ലാം അനുസരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ ആ ഒരു ശക്തി നിറയുക. കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ ഒരു അനുഗ്രഹം നിറയും. 119 സങ്കീർത്തനത്തിൽ തന്നെ 77-ാമത്തെ വാക്യം വായിക്കാം. 77-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ, അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ആനന്ദം, അത് ഈശോയുടെ വചനത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 92-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 92 മുതൽ ഒരുമിച്ച് വായിച്ചേ. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നോക്കിയേ. നമുക്ക് ഇന്നലെ സങ്കടങ്ങളുണ്ടായി, ഇന്ന് വേദനകളുണ്ടായി, നാളെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അവിടെ എല്ലാം നമുക്ക് ശക്തിയാവേണ്ട എന്താണ്? വചനം പറയാണ്, എനിക്ക് കർത്താവേ അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ എൻ്റെ കഷ്ടതകളിൽ ഞാൻ തീർന്നു പോയേനെ. ശരിയല്ലേ? നമുക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന എപ്പോഴും ഈശോയുടെ വചനമാണ്. ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വളരെ സുഗമമായിട്ട് സന്തോഷമായിട്ടൊക്കെ നമുക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അങ്ങനെയൊന്നും അല്ല എല്ലാ ദിവസവും. ആണോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അത്ര സുഖമാണോ? അല്ല. ഇതിപ്പോൾ കേട്ടിരിക്കുന്നത് തന്നെ അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുക. പക്ഷേ ഈശോയുടെ വചനത്തിൻ്റെ ആ ഒരു ശക്തി സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്, അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഇല്ലാതായിപ്പോയനെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല, അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. എന്ന് വെച്ചാൽ ആ വചനം വായിച്ചതാണ്. വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് കിട്ടിയ ഈശോയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ശരിയാണോ? അതെ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പം വട്ടപൂജ ആയിപ്പോയനെ. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന ഒരാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഈശോയുടെ വചനം, ആ വചനമാണ് നമുക്ക് ജീവിക്കാൻ ശക്തി നൽകുന്നത്. ഈശോയും കൂടെ മിണ്ടാതിരുന്നെങ്കിൽ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. എൻ്റെ ഈശോയെ അല്ലേ? നമ്മളിങ്ങനെ ആഗ്രഹിക്കും. നമ്മുടെ വിഷമത്തിൻ്റെ സമയത്ത്, നമ്മുടെ ഒരു ഇരുട്ടിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും നമ്മളോട് 2 അഭിപ്രായമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ.
നമ്മൾ വിഷമിച്ച് പ്രിയപ്പെട്ടവരോട് ചോദിക്കും, വാതുറന്ന് 2 ചീത്തയെങ്കിലും പറ എന്ന് പറയും. പക്ഷേ ഈശോയുടെ വചനമാണ് നമുക്ക് വേണ്ടത്. ചീത്ത കേട്ടാൽ നമ്മൾ ജീവിക്കത്തില്ല. നാട്ടുകാർ വർത്താനം പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നത്തില്ല. നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ ഈശോയുടെ വചനം തന്നെ വേണം. എൻ്റെ സങ്കീർത്തകൻ പറയാണ്, ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന്. എന്ത്? നമ്മൾ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഞാൻ മറക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞല്ല, നമ്മൾ ഈശോയ്ക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്, അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താണ്? ആ വചനമാണ് എനിക്ക് ജീവൻ തന്നത്. നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ ഈ പറഞ്ഞേ? അല്ലേ? ഇത് എപ്പോഴും ഓർത്തോണം. എനിക്ക് ജീവൻ തന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ വാക്കോ, എൻ്റെ മക്കളുടെ വാക്കോ, എൻ്റെ മാതാപിതാക്കളുടെ വാക്കോ, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ വാക്കോ അല്ല. എനിക്ക് നിത്യജീവൻ തന്ന, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച എൻ്റെ കർത്താവിൻ്റെ വാക്കാണ് എനിക്ക് ജീവൻ തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വലതുവഴത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 94-ാം വാക്യം, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. ഈശോയോട് പറയാണ്, ഈശോയെ എന്നെ രക്ഷിക്കണം. കാരണം എന്താണ്? ഞാൻ 10 വീട് പണിത് കൊടുത്തു, ഞാൻ 100 രൂപ അപ്പുറത്തുള്ള ആൾക്ക് ഞെക്കിപ്പിഴിഞ്ഞു കൊടുത്തു, ആണോ? അല്ല. എന്താണ്? ഒറ്റ കാരണം, ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു, ഞാൻ അങ്ങയുടേതാണ്. ആ വചനം മാത്രം ഒന്ന് ഉറക്കെ വായിച്ചേ. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. അപ്പോൾ കർത്താവിനോട് നിങ്ങളുടെ കടത്തിലോ, നിങ്ങളുടെ രോഗത്തിലോ, നിങ്ങളുടെ ആത്മീയ ഒരു സംഘർഷത്തിലോ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു മാനദണ്ഡം എന്തായിരിക്കണം? ഈശോടേതാണെന്നൊരു ബോധം വേണം. അവിടുത്തെ നിയമത്തെ, വചനത്തെ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കണം എന്ന് വെച്ചാൽ എന്താ? കാണാണ്ട് പോയി കണ്ടുപിടിക്കണം എന്നല്ല, അതിങ്ങനെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഈശോയുടെ വചനത്തിൽ ഇങ്ങനെ അടയിരുന്ന് ചിക്കിച്ചകഞ്ഞ് വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ബോധ്യം കിട്ടും, ഞാൻ ഈശോയുടേതാണ്. അങ്ങനെ ആ ബോധ്യമുള്ള ഒരാൾക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, എന്നെ രക്ഷിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈശോയുടേതാണോ? ആണോ? തലയാട്ടിയാൽ പോരാ, ഒച്ചത്തിൽ പറ. ആണ്. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളെ കർത്താവ് രക്ഷിക്കുമോ? ഉറപ്പാണോ? ഇങ്ങനെ ഇരുന്ന് ഉറപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ രക്ഷിക്കുമോ? പറഞ്ഞേ. ആര് രക്ഷിക്കും? കൂട്ടുകാർ ആണോ? അല്ല. ആര് രക്ഷിക്കും? ഞാൻ ആരുടെ വചനത്തെ സ്നേഹിക്കുന്നോ, ആരുടെ വചനത്തെ ഞാൻ അന്വേഷിക്കുന്നോ, ആരുടെ വചനത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നോ, ആ കർത്താവ് എന്നെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞേ, നിന്നെ കർത്താവ് രക്ഷിക്കും. പറ, നിന്നെ കർത്താവ് രക്ഷിക്കുന്നു പറ. അവരെ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു കുടുക്കിലോട്ടൊക്കെ അവരെ ശിക്ഷിക്കുന്ന പോലെയൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. നിന്നെ കർത്താവ് രക്ഷിക്കും. നന്നായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവ് രക്ഷിക്കും. അല്ലേ? അവരെന്നാത്തിനകത്ത് പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും ആശംസിച്ചു. നിങ്ങൾ ഇവിടുന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആനന്ദം അടുത്തിരിക്കുന്നവരിലേക്കും പകരപ്പെടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതെന്ത് സങ്കടം, എന്ത് വേദന വന്നാലും ഈശോ എന്നെ രക്ഷിച്ചോളൂ എന്ന് ഉറപ്പുണ്ടാകണം. വചനം മുറുകെ പിടിക്കുന്ന ഒരാൾക്ക്, ഈശോയുടെ സ്വന്തമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആ ബോധ്യം വേണം. 32-ാമത്തെ സങ്കീർത്തനം എടുക്കാവോ? കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് വായിക്കാൻ പറ്റിയ സങ്കീർത്തനങ്ങളൊന്നാണ് 32-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനമൊക്കെ. 32-ാം സങ്കീർത്തനം എടുക്കാം. അതിലൊരു ശക്തമായ ഒരു വചനമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന വചനങ്ങളൊന്നായിരിക്കും. 32-ാം സങ്കീർത്തനം, അതിൻ്റെ 6-ാമത്തെ വാക്യം, Psalm 32 verse 6. അവർക്ക് വായിക്കാം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. ആര്? ദൈവഭക്തർ. എങ്ങനെയാണ്? ദൈവഭക്തരുടെ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവർ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കും, അവർ കർത്താവിൻ്റെ വചനത്തെ അന്വേഷിക്കും, അവർ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തും. അങ്ങനെ ഒരാളെ സങ്കീർത്തകൻ വിളിക്കുകയാണ് ദൈവഭക്തൻ, ദൈവഭക്ത. പറഞ്ഞേ ഹല്ലേലൂയ. അവരെന്താ ചെയ്യുക? 32-ന്റെ 6 വായിച്ചേ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം ഉറക്കെ വായിച്ചോ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കില്ല. കഷ്ടത ഉണ്ടാവില്ലെന്നല്ല, കഷ്ടത കരകവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്യും. അല്ലേ? ആ കഷ്ടതയ്ക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ പേരിട്ട് വിളിച്ചാൽ മതി. നിങ്ങളുടെ ദുഃഖമോ, ദുരിതമോ, വേദനയോ, ആവലാതിയോ, സങ്കടങ്ങളോ, കൺഫ്യൂഷൻസോ, നിങ്ങളുടെ ട്രോമാസ്, നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ കടന്നു പോകുന്ന എന്ത് കഷ്ടതയാണേലും അതിപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. നാളെ ചിലപ്പോൾ അണപൊട്ടി ഒഴുകിയേക്കാം. തീരത്തെ തല്ലി തകർക്കുന്ന പോലെ ഒരു തിരമാലയായിട്ട് നാളെ ഈ കഷ്ടത നിങ്ങളുടെ വീടിനെ ആഞ്ഞടിച്ച് തകർക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. കഷ്ടത കരകവിഞ്ഞൊഴുകും. ഒഴുകിയാലും അത് നിങ്ങളെ സമീപിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്, അനർത്ഥങ്ങളിൽ അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. അതായത് കർത്താവ് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു എന്ന് വെച്ചാൽ ഈ കഷ്ടത കരകവിഞ്ഞൊഴുകുമ്പോൾ അത് നിന്നെ തൊടാതിരിക്കാൻ വേണ്ടി ഒരു പുതപ്പിട്ട് നിന്നെ ഇങ്ങനെ കവർ ചെയ്യാണ്.
അതിനെ തൊടത്തില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടത, ആ വേദന, അതിൻ്റെ മുഴുവൻ ഭാവത്തോടും കൂടെ വന്നിരുന്നെങ്കിൽ വന്നിട്ടുണ്ട്. ഒരു പാപമായിരിക്കാം, ഒരു സങ്കടമായിരിക്കാം, ഒരു വേദനയായിരിക്കാം, നിങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കാം. അത് കഷ്ടത കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. നിങ്ങളെ തൊടാതിരുന്നതിൻ്റെ ഒറ്റ കാരണം, നമ്മളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം, ഒന്ന് ആടി ഉലഞ്ഞെങ്കിലും ഒന്ന് ഒലഞ്ഞ് നേരെ നിൽക്കുന്നതിൻ്റെ കാരണം, രക്ഷ കൊണ്ട് എന്നെ പൊതിഞ്ഞു. ആര്? ഈശോ. അതാരെയാ പൊതിയുന്നേ? വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തെ അന്വേഷിക്കുന്ന, വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന, ഈശോയുടെ സ്വന്തമാണെന്ന് ബോധ്യമുള്ള ഒരാളെ കർത്താവ് അതൊന്നും തൊടാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ആ സങ്കീർത്തനത്തിൽ തന്നെ 10ാമത്തെ വാക്കിങ്ങനെയാണ്, ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഇതിങ്ങനെ പൊതിഞ്ഞോളും, ഇതിങ്ങനെ വരാണ്ട് ഇങ്ങനെ കർത്താവ് അങ്ങടെ നിന്നോളും. തൊടത്തില്ല നിന്നെ ഇങ്ങനെ നിന്നോളും. വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വിശ്വാസം, ഇങ്ങനെ ഒരു പ്രത്യാശ, ഇങ്ങനെ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഈട്ടി വെട്ടുന്ന പോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ശരിയാണോ? ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്തവർ കൈ ഉയർത്തു. ഇവിടെ കാല് വരെ പോക്കാം നമുക്ക്, അത്രയും പ്രശ്നമുണ്ട് അല്ലേ? കഷ്ടതയുണ്ട്, അത് ചിലപ്പോൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. നമ്മളെ തൊടാതെ നമ്മളിങ്ങനെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്, അവിടുത്തെ സ്നേഹം ഇങ്ങനെ വലയം ചെയ്യുന്നു. ഒരിക്കലൊരു വചനം മുറുകെ പിടിച്ചതുകൊണ്ട്, ഒരു വചനത്തെങ്കിലും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൻ്റെ ഒരു സ്വരം കേൾക്കാൻ വേണ്ടി വചനത്തെ നിങ്ങൾ സമീപിക്കുന്നതുകൊണ്ട് ആ സ്നേഹം നിങ്ങളെ വലയം ചെയ്യും. റോമ 8:28 ആ സ്നേഹത്തെക്കുറിച്ച് പൗലോസിലെ പറയുന്നുണ്ട്, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റും. ഇപ്പം അത്ര നന്മയൊന്നും ആയിരിക്കില്ല, ഇപ്പം ചില സങ്കടങ്ങളും വേദനകളും ഒരു നന്മ പോലും ആസ്വദിക്കാത്ത ചില ജീവിതങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, വചനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്, അവിടുത്തെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. വലതുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നല്ല ഉറക്കെ പറ, ഈശോ എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. വിശ്വാസത്തോട് പറഞ്ഞേ. ഉറപ്പാണോ? ഈ പ്രശ്നം നന്മയായിട്ട് മാറുമോ? ആർക്കറിയാം? എന്നാണോ? അല്ല. ആർക്കറിയാം? ഈശോയ്ക്കും അറിയാം, എനിക്കും അറിയാം. ഇതെൻ്റെ കർത്താവ് നന്മയ്ക്കാക്കി മാറ്റത്തില്ലേ ചേച്ചി? ഇരിപ്പ് കണ്ട നിങ്ങളെ ഇവിടുന്ന് മാറ്റണം എന്ന് തോന്നുന്നു അല്ലേ? ഈ സങ്കടങ്ങളെല്ലാം ഈശോ മാറ്റും. ഈ സങ്കടങ്ങളെ അതിജീവിക്കാൻ ഒരു ശക്തി തന്നുകൊണ്ട് ഒരു ആനന്ദം കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും തരും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8ാമത്തെ അധ്യായം എടുക്കുക. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. പൗലോസ്ലീഹയുടെ ഹൃദയത്തിൽ നിന്ന് പൗലോസ്ലീഹ എഴുതി വെച്ച വചനങ്ങളിൽ ഒരു വലിയൊരു നമുക്കൊരു ശക്തി നൽകുന്ന ഒരു വചനത്തിലൊന്നാണ്. ഈശോയുടെ സ്നേഹം വചനത്തിലൂടെയോ സാന്നിധ്യത്തിലൂടെയോ ഒക്കെ കിട്ടിയ സ്നേഹം, അതിൽ നിന്ന് ഒരിക്കലും ആരും എന്നെ വേർപെടുത്തില്ലെന്ന് വചനം കാണാതെ അറിയാലോ അല്ലേ? ആകയാൽ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ആഴത്തിനോ ഉയരത്തിനോ കഴിഞ്ഞ കാലത്തിനോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും ഈശോയിലൂടെ എനിക്ക് കിട്ടിയ സ്നേഹത്തിൽ നിന്ന് തന്നെ അകറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു വചനം വായിക്കണം, 8ാമത്തെ അധ്യായം അതിൻ്റെ 38, 39 വാക്യങ്ങൾ ഉറക്കെ വായിക്കാമോ? റോമ 8, 38, 39 ഉറക്കെ വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലീഹ പറയണം, മരണം വന്നാലും ജീവിച്ചിരുന്നാലും ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ പോകത്തില്ല. ആഴത്തിനോ ഉയരത്തിനോ കഴിഞ്ഞ കാലത്തിനോ വരുന്ന കാലത്തിനോ സൃഷ്ടികൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ഒരു ശക്തികൾക്കും ഈശോയിലുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നഗ്നത വരട്ടെ, പട്ടിണി വരട്ടെ, വാള് വരട്ടെ, കാരാഗൃഹം വരട്ടെ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ പറയണം, ഈശോയുടെ സ്നേഹത്തിൽ നമ്മളിങ്ങനെ പറിച്ചെടുക്കാൻ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ഒത്തിരി ടീമുകളുണ്ട് നമ്മുടെ ചുറ്റും. ചിലപ്പോൾ നമ്മുടെ വേദനകളായിരിക്കാം, പിശാചായിരിക്കാം, പാപങ്ങളായിരിക്കാം, നമ്മുടെ ഉള്ളിലൊരു നിരാശയായിരിക്കും, ഇതൊന്നും ശരിയാവത്തില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം, എനിക്ക് ഒരു അനുഗ്രഹം കിട്ടത്തില്ലെന്നുള്ളൊരു നിരാശയായിരിക്കും. അങ്ങനെയൊക്കെ വരാറില്ലേ? ചിലപ്പോൾ കുറേ നാൾ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നില്ല, മതി, ഒരു നിരാശ വരികയാണ്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുക്കും. നിങ്ങൾ പള്ളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു സങ്കടം വീട്ടിൽ സംഭവിക്കുകയാണ്. ആ സങ്കടം പോലും ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ പറിച്ചെടുക്കരുത്. പറിച്ചെടുക്കാൻ ഈ സങ്കടം പരിശ്രമിക്കും, പറിച്ചെടുക്കാൻ ഈ പിശാച് പരിശ്രമിക്കും, പറിച്ചെടുക്കാൻ ഈ പ്രലോഭനങ്ങൾ പരിശ്രമിക്കും. തോറ്റുകൊടുക്കരുത്. ഈശോയിലുള്ള വെളിപ്പെട്ട സ്നേഹത്തോടെ ഇതിൻ്റെ മേലെല്ലാം നമ്മൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് വല്ലതൊക്കെ പിടികിട്ടുന്നുണ്ടോ?
ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ബാക്കി എല്ലാത്തിലും കൺട്രോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഹങ്കാരം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഏത് വഴിക്കാണ് പോകുന്നതെന്നൊരു പിടികിട്ടത്തില്ല. നമ്മൾ അനുഭവിച്ചാൽ അങ്ങനെയാണല്ലോ അല്ലേ? സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൺട്രോളും കിട്ടത്തില്ല. നിങ്ങൾ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ മണിക്കൂറുകൾ വർത്താനം പറഞ്ഞിരിക്കാറില്ലേ? സമയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ വർത്താനം പറഞ്ഞ് പോയി വെള്ളത്തിൽ വീണാലും ആ റേഞ്ച് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞ് പിന്നെയും വർത്താനം പറയും. ഇവിടെ സ്നേഹം അറിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ കിട്ടത്തില്ല. നിങ്ങൾ കൺട്രോൾ തെറ്റിയ പട്ടം പോലെ പറക്കട്ടെ. ഏത് സ്നേഹത്തിൽ? ഈശോയുടെ സ്നേഹത്തിൽ. ബാക്കിയൊക്കെ നമ്മളെ പട്ടത്തിൻ്റെ വള്ളി പൊട്ടിച്ച് കളയുന്ന സ്നേഹങ്ങളൊക്കെയാണ്. ഉയർന്ന് പറക്കാൻ ചിലപ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന സ്നേഹങ്ങളാണ്. ശാന്തമായിട്ടിരിക്കാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന സ്നേഹങ്ങളായിരിക്കും. പക്ഷേ ഈശോയുടെ സ്നേഹം ഈ ആകാശത്തിൻ്റെ എല്ലാ തുറവുകളെയും തുറന്നു പിടിച്ച് നിങ്ങളെ പറപ്പിച്ച് ഇങ്ങനെ നിർത്തുന്ന ഒരു സ്നേഹമാണ്. ഒന്നും നിങ്ങളെ തൊടാതെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ വലയം ചെയ്യും. സങ്കീർത്തനം 32:10 അവിടുത്തെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യും. ഒരു ദുഷ്ടനും തൊടത്തില്ല. ആ സ്നേഹം ആഴത്തിൽ അറിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സ്ലീഹ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് അല്പം ഒരു ആവേശത്തോടെയൊക്കെ, അല്പമല്ല ഒരല്പം അധികം ആവേശത്തോടെ പറഞ്ഞു, ഈശോ ഏറ്റവും സ്നേഹിച്ചത് എന്നെയാണ് അല്ലേ? ഈശോ സ്നേഹിച്ച ശിഷ്യൻ ഈ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 4:4 എൻ്റെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതെപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നറിയോ? ഈശോയുടെ സ്നേഹം അങ്ങ് ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞാൽ, ഈ ജ്യൂസൊക്കെ അടിച്ച് ജ്യൂസിൻ്റെ അങ്ങേ അറ്റം വരെ ഇച്ചിരി ഞൊട്ടി കുടിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, എൻ്റെ ഉള്ളിലുള്ള ഒരാളുണ്ട്, ഈശോ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. എൻ്റെ പുറത്തുള്ള ഒരുത്തനും അത്ര ശക്തി ഇല്ല. രോഗത്തിനോ പട്ടിണിക്കോ വാളിനോ നഗ്നതയ്ക്കോ, പൗലോസിന്റെ വാക്കുകളിൽ കാരാഗൃഹത്തിനോ ആഴത്തിനോ ഉയരത്തിനോ ഒന്നിനും എൻ്റെ ഉള്ളിലുള്ളവൻ്റെ ശക്തിയെ തോൽപ്പിക്കാനോ ആ സ്നേഹത്തിൽ നിന്ന് എന്നെ പറിച്ചെടുക്കാനോ പറ്റത്തില്ല. വലതുകൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും നിങ്ങൾ ഓരോ കാര്യം നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? ഈശോയെ അതിൽ നിന്നൊരു സംരക്ഷണം വേണം, ഈ കാര്യത്തിനൊരു ഉത്തരം വേണം. മക്കളെ, അത് കിട്ടാം അല്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാം കിട്ടിയിട്ടുണ്ടോ? എല്ലാം കിട്ടിയിട്ടില്ല അല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എല്ലാം നടന്നിട്ടില്ല. ഇപ്പോഴും ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അപ്പം അതിനേക്കാൾ മുകളിൽ നമ്മുടെ ശരിക്കുള്ളൊരു ആത്മീയ ജീവിതത്തിൻ്റെ അടയാളം ഇതായിരിക്കണം. അത് മാറിക്കിട്ടണം, ഇതിനൊരു ഉത്തരം കിട്ടണം എന്നുള്ളതല്ല, ഒരിക്കലും വറ്റിപ്പോവാത്ത ഈശോയുടെ സ്നേഹം അറിയണം എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ നിയോഗം. കാരണം ഇന്ന് ഈ സങ്കടം മാറി, ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി, നാളെ പുത്തൻ ചോദ്യങ്ങൾ വരും അല്ലേ? നമ്മൾ പഠിച്ച സിലബസിലുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ജീവിതം കൊണ്ട് തരുന്നത്. നിങ്ങൾ കൂടിയ ധ്യാനത്തിൽ നിങ്ങൾ പഠിച്ചെടുത്തൊരു സിലബസ് അനുസരിച്ചുള്ള ചോദ്യം ആയിരിക്കില്ല വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ചോദ്യങ്ങളൊക്കെ വരിക. ആ സമയത്ത് തോറ്റുപോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ വചനം മുറുകെ പിടിക്കുക. വചനം മുറുകെ പിടിച്ച സ്നേഹം അറിയുക. ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കർത്താവ് ഇങ്ങനെ ഒട്ടി നിന്നാൽ ഉള്ളിലൊരു ശക്തി നിറയും. ഉള്ളിലുള്ളവൻ്റെ ശക്തിക്ക് മുമ്പിൽ പുറത്തുള്ള ഒന്നും പിടിച്ചു നിൽക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതറിയണം, ആ സ്നേഹം അറിയണം. ഈശോയുടെ സ്നേഹം ഓരോ ദിവസവും കൂടുതലായിട്ട് അറിയണം. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈശോയുടെ കയ്യിൽ കൊടുക്കുക. ഒരുപക്ഷെ വലിയൊരു പ്രതിസന്ധിയിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളോട് ആ പ്രാർത്ഥന ചോദിച്ചവരൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കാര്യം ഈശോയുടെ സ്നേഹം ഒന്ന് അവർ അനുഭവിച്ചറിയണം. അവർ പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്തേ, നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തേ. ഈശോ ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അടുത്തൊരു തീരുമാനം എന്തെടുക്കണമെന്ന് അറിയത്തില്ല. എടുത്ത തീരുമാനങ്ങളെല്ലാം സങ്കടത്തിലായിപ്പോയി. ഇനി ആരോട് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. സംസാരിക്കാൻ ഒരാളില്ല, ഒരു ഉപദേശം തരാൻ ആരില്ല, സ്നേഹിക്കാൻ ആരുമില്ല. ഒന്ന് പൊതിഞ്ഞു പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ പോലും ഇല്ല. ഈശോയെ, ഞങ്ങളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇന്ന് നീ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ ഈ ദിവസം അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ ആത്മീയ സ്നേഹത്തിൽ ഞങ്ങൾ അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവരെല്ലാം തരികയാണ്. അവരങ്ങയുടെ സ്നേഹം അറിയട്ടെ. പരീക്ഷ തോറ്റുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങയുടെ സ്നേഹം അറിയട്ടെ. ജോലി ലഭിക്കാതെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങയുടെ സ്നേഹം അറിയട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അങ്ങയുടെ സ്നേഹം അറിയട്ടെ. വിവാഹ തടസ്സം നേരിടുന്നവർ അങ്ങയുടെ സ്നേഹം അറിയട്ടെ. അടുത്ത തീരുമാനം എന്തെന്ന് എടുക്കേണ്ടതെന്ന് അറിയത്തില്ലാതെ സങ്കടപ്പെടുന്നവർ അങ്ങയുടെ സ്നേഹം അറിയട്ടെ. കമ്മ്യൂണിറ്റികളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയവർ ഈ സമയം അങ്ങയുടെ സ്നേഹം അറിയട്ടെ. അങ്ങയുടെ സ്നേഹം വലയം ചെയ്താൽ, അങ്ങയുടെ സ്നേഹം പൊതിഞ്ഞു പിടിച്ചാൽ എല്ലാത്തിനെയും അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ സ്നേഹം മുഴുവനായിട്ട് ഞങ്ങളിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അതിരം തുറന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെല്ലാം പൊതിഞ്ഞു പിടിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇവരുടെ പ്രിയപ്പെട്ടവരെയും, കുടുംബാംഗങ്ങളെ, ഈശോ ഇവരുടെ പ്രാർത്ഥന ചോദിച്ചുള്ള എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രാർത്ഥന ചോദിച്ചുള്ള എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ പ്രതിസന്ധി അതിജീവിക്കാൻ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.